എല്ലാവർക്കും അഭിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പീക്ക് ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ് ഉള്ളത്. ഇവിടെ ഒരു ഡോവ്ഡെയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് എന്ന് പറഞ്ഞ ചെറിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാർ പാർക്കിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. മിനിമം 4 മണിക്കൂറിനാണ് ഇടേണ്ടത്. 6 പൗണ്ടാണ് അതിന് ചാർജ്. പക്ഷേ ഈ ഒരു മെഷീനിൽ അവർ മെമ്പേഴ്സ് ഓൺലിയാണ് നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കാരവാൻ പോലത്തെ ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്. അവിടെ നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കാം. അപ്പോൾ അവർ നമുക്ക് കറക്റ്റ് ഇതേപോലെ അടിച്ചു തരും. ഓക്കെ, അത് നമ്മൾ കാറിൻ്റെ വിൻഷീൽഡിൽ വെച്ചു. ഇനി നമ്മൾ നേരെ നടക്കുന്ന ആ സ്റ്റെപ്പിംഗ് സ്റ്റോണിൻ്റെ അടുത്തേക്ക്. ഇവിടുന്ന് എത്ര നടക്കാറുണ്ടെന്ന് അറിയില്ല. ഒന്ന് GPS നോക്കട്ടെ. ഈ ഭാഗത്ത് എത്തിയപ്പോൾ ഒട്ടും സിഗ്നൽ കിട്ടുന്നില്ല. നമ്മൾ ഇവിടെയാണ് കേട്ടോ ഉള്ളത്. ഇവിടെയാണുള്ളത്. അപ്പം ഈ ഒരു ഫുള്ള് വാക്ക് എന്ന് പറഞ്ഞാൽ 1 സൈഡ് 3 മൈലാണ്. പക്ഷേ 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റെപ്പിംഗ് സ്റ്റോൺ എത്തും. പിന്നെ ഫുള്ള് കേവ് ഇത് മുഴുവൻ കണ്ട് നടക്കണമെങ്കിൽ 3 മൈലാണ് നമുക്കിവിടെ നടക്കാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ആൾക്കാരുണ്ട്. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവർ പറഞ്ഞുതരും. ഇതേപോലെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കാണേണ്ട കംപ്ലീറ്റ് സംഭവങ്ങൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് നമുക്ക് മാപ്പ് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നടക്കാം. പിന്നെ എങ്ങനെയാണ് കയറേണ്ടത്, ഡേഞ്ചറസ് സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ ആൾക്കാർ പറഞ്ഞുതരും. ചോദിച്ചിട്ട് കയറുക, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അവർ പ്രത്യേകം പറഞ്ഞു നമുക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ആംബുലൻസ് വരാൻ 4 to 5 hours മിനിമം എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൂക്ഷിച്ചൊക്കെ നടക്കുക. ഓക്കെ, ഇപ്പോൾ തുടക്കമായിട്ടുള്ളൂ. നല്ല സണ്ണി ഡേ ആണ്, നല്ല വിൻഡിയാണ്, അടിപൊളി ലുക്ക്. അപ്പോൾ ഇവിടെ ഒരു വുഡൻ ബ്രിഡ്ജ് ഉണ്ട്. അത് കടന്നിട്ട് വേണം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിംഗ് സ്റ്റോണിൻ്റെ അവിടേക്ക് പോകാനായിട്ട്. ഇവിടെ കുറേ പേര് പിക്നിക്കും എല്ലാ സംഭവത്തിനും വേണ്ടി വന്നിട്ടുണ്ട്. നമ്മളും കുറച്ച് പ്രിപ്പയർ ആയിട്ട് വന്നേക്കണം. അടിപൊളി ലുക്ക് അല്ലേ? ഒരു ബ്രിഡ്ജ് നോക്കിയേ. ശരിക്കും ഈ സ്റ്റെപ്പിംഗ് സ്റ്റോണിൻ്റെ അവിടേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്യരുത്. നമ്മൾ വന്ന വഴി തന്നെ നേരെ നടക്കുക. നമ്മൾ ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോർപ്പ് ക്ലൗഡ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഹൈക്ക് ചെയ്ത് കയറാനൊരു സ്ഥലമുണ്ട്. ഒരു വ്യൂ പോയിൻ്റാണത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അങ്ങോട്ട് പോയിട്ട് ആ വഴി സ്റ്റെപ്പിംഗ് സ്റ്റോണിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് പോകുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ കിടക്കാം. ഇവിടെ കുറേ പേര് ഇരിക്കുന്നുണ്ട്. ഫുള്ള് ഹൈക്കിങ്ങിന് വന്ന ആൾക്കാരൊന്നും ഉണ്ട് കേട്ടോ. ഇവിടെ പ്ലീസ് ഫോളോ ദ ബ്ലൂ മാർക്ക് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കണ്ടില്ല, ഇതിന്മേൽ ബ്ലൂ മാർക്ക് ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് കറക്റ്റ് പോവുക. അവിടെ നിന്ന് നമുക്ക് കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് തരും. ഒരു മൈൽഡ് ഹൈക്കാണ്, വലിയ കുഴപ്പമില്ല. ഇപ്പം നമ്മുടെ നാട്ടിലത്തെ ഏകദേശം പാടത്തു കൂടെ ഒക്കെ നടക്കുന്ന ഒരു പോലെ ഉണ്ട് ഈ വഴി. അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിംഗ് സ്റ്റോണ് മുമ്പ് തോർപ്പ് ക്ലൗഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് ഫസ്റ്റ് തന്നെ പോകുന്നത്. അത്യാവശ്യം കയറാനുണ്ട്. നമ്മൾ വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്ത് വരണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ വെള്ളം എടുക്കാത്തതിനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കിയാണ്. അതുകൊണ്ട് വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ കുറേ നടന്ന് കയറി. തോർപ്പ് ക്ലൗഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡെസ്റ്റിനേഷനാണ്. ഇനി നോക്കുക, അയറ്റത്തേക്ക് ആൾക്കാർ കയറണ്ട. അത്രയും കയറണം. ഇനിയിപ്പോൾ കയറണോ വേണ്ടത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം തന്നെ കിതച്ചു. നല്ല വെയിലുണ്ട്. എന്തായാലും ഒരു ട്രയൽ നടത്താമെന്ന് വിചാരിച്ചു. കയറാൻ പറ്റുമോ നോക്കട്ടെ. എന്തായാലും നമ്മൾ ഇതിന് പ്രിപ്പയർഡ് ആയിട്ടില്ല വന്നത്. സ്റ്റെപ്പിംഗ് സ്റ്റോണിന് മാത്രം വെച്ചിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് നമുക്കറിയില്ലായിരുന്നു. എല്ലാവരും പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നേക്കുന്നത് കയറാനൊക്കെ. നമ്മൾ മാത്രം വെറുതെ വന്നിങ്ങനെ കയറുന്നു. നമ്മൾ ഏകദേശം പകുതി മുക്കാലും കയറി. അപ്പോൾ നമ്മുടെ കൂടെ വന്നുള്ളത് അവിടെ ഇരിക്കുന്നുണ്ട്. അടിപൊളി വ്യൂ ആണ്. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഉണ്ടാ കയറേണ്ടത്. നമ്മളിതിൻ്റെ ഏറ്റവും മുകളിലെത്തിയേക്കുന്നുണ്ട. ഇതിൻ്റെ മുകളിൽ നിന്ന് വ്യൂ രക്ഷയില്ല. ഇതാണ് കേട്ടോ അതിൻ്റെ മുകളിൽ നിന്നുള്ള ലുക്ക്. ഇതിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇത്രയും കയറി വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ തോർപ്പ് ക്ലൗഡ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ ഉള്ളതാണ്. നെക്സ്റ്റാണ് നമുക്ക് ഇനി സ്റ്റെപ്പിംഗ് സ്റ്റോണിൻ്റെ അവിടേക്ക് പോകേണ്ടത്. ഇതിൻ്റെ മുകളിൽ കയറിയപ്പോഴുള്ള കാറ്റ് നമ്മളെ കൊണ്ട് പറന്ന് പോകുന്ന പോലെയാണ്. കണ്ടില്ലേ, ഒരു രക്ഷയില്ലാത്ത കാറ്റ് ഇതിൻ്റെ മുകളിൽ. നമുക്ക് നടക്കാൻ പറ്റില്ല, നമ്മൾ വീഴാൻ പോണ പോലെ. അപ്പോൾ തോർപ്പ് ക്ലൗഡിൽ കയറി അവിടെ കുറച്ച് നേരം നിന്നു. ഭയങ്കര വിൻഡിയായിരുന്നു. അപ്പോൾ തിരിച്ചിറങ്ങണം. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ സ്റ്റെപ്പിംഗ് സ്റ്റോണിൻ്റെ അവിടേക്ക് ഉണ്ടാ പോണത്.
നേരെ ഈ കാണുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയായിരുന്നു ഞങ്ങൾ നേരത്തെ. തൊഴുത്താണ് കാണുന്നത്. ഇതൊരു ഫാമാണ്. ഇവിടെ ഫുള്ള് ചെമ്മരിയാട് ഉണ്ടാവും കുറേ കഴിയുമ്പോൾ. അപ്പോൾ നമ്മൾ തോർപ്പ് ക്ലൗഡ്സിൽ നിന്ന് ഇറങ്ങി ഇപ്പം നമ്മൾ അടുത്ത സ്ഥലമായിട്ടുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോണിൻ്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നടന്ന് പകുതിയായി. ഇതാണ് ആ ഒരു ഏരിയ. നോക്കിയേ, ഈ വഴിയാണ് നമുക്ക് നടന്നു പോകേണ്ടത്, ആ സ്റ്റെപ്പിംഗ് സ്റ്റോണിൻ്റെ അവിടേക്ക്. അപ്പോൾ ഇവിടെയും ഇതേപോലെ ബ്ലൂ കുറ്റി ഇതേപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാണ് നടക്കുന്നത്. നമ്മളൊരു മാപ്പും തന്നിട്ടുണ്ട് അവിടെ നിന്ന്. പിന്നെ മിക്ക ഫോണും ഇവിടെ സിഗ്നൽ ഇല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ മാപ്പൊക്കെ നോക്കിയിട്ട് പോകേണ്ടി വരും. നമ്മൾ അവിടെ നിന്ന് നടന്നു വന്നത്. അപ്പോൾ ഇവിടെ നടന്നു വന്നപ്പോഴേ ഇവിടെ ഒറു വലിച്ച് കണ്ടില്ലേ, ഇവിടെ ചെറിയൊരു ഒറു എടുക്കുന്നുണ്ട്. വെള്ളം കോരി കുടിക്കുന്നത് നമ്മൾ. വേറെ ഒന്നും വൃത്തിയില്ല, ഭയങ്കര ദാഹം. നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളത്തിന്. നമ്മൾ നടന്നതേ അവസാനം സ്റ്റെപ്പിംഗ് സ്റ്റോണിൻ്റെ അവിടെ എത്തിയേക്കാണ്. ഇതാണ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ. ഒരുപാട് പേര് ഇവിടെ പിക്നിക്കിനൊക്കെ വന്നിട്ടുണ്ട്. ഡ്രോൺ പുറത്തുണ്ട് എല്ലാവരും കണ്ട്. ഭയങ്കര നല്ല സൗണ്ട്. ഡ്രോണൊക്കെ ഇട്ട് അലക്കുന്നുണ്ട് ആരം കണ്ട്. ഇത് അടിപൊളി സ്ഥലമായിട്ടുണ്ട്. ഇതാ കാരണമാണ് സ്റ്റെപ്പിംഗ് സ്റ്റോൺസ്. ഇപ്പോൾ ഈ എങ്ങനെ വേണമെങ്കിലും വരാം. ഫസ്റ്റ് സ്റ്റെപ്പിംഗ് സ്റ്റോണിലേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് തോർപ്പ് ക്ലൗഡിലേക്കും പോവാം, അല്ലെങ്കിൽ ഫസ്റ്റ് തോർപ്പ് ക്ലൗഡിൽ വന്നിട്ട് ഇവിടേക്ക് വരികയും ചെയ്യാം. അപ്പോൾ ഇതാണ് സ്റ്റെപ്പിംഗ് സ്റ്റോൺസ്. ഈ കാരണമാണ് സ്റ്റെപ്പിംഗ് സ്റ്റോൺസ്. ഡാവ്ഡെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം അവിടെ നിന്ന് ജസ്റ്റ് ഒരു 10 മിനിറ്റ് നടന്നാൽ എത്താവുന്നുള്ളൊരു സ്ഥലമാണ് ഈ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറയുന്നത്. പല സ്ഥലത്തുണ്ട് സ്റ്റെപ്പിംഗ് സ്റ്റോൺസ്. ഇനി പീക്ക് ഡിസ്ട്രിക്റ്റിൽ വേറൊരു സ്ഥലത്തും കൂടി ഉണ്ട് സ്റ്റെപ്പിംഗ് സ്റ്റോൺസ്. അപ്പോൾ ഞാൻ വീഡിയോ നോക്കിയപ്പം അത് ഇതിൻ്റെ അത്ര ഒരു ഭംഗി അതിന് കാണാനില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. മാത്രമല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സംഭവമുണ്ട്. വണ്ടിക്ക് പാർക്കിംഗ് നല്ലോണം കിട്ടും. പിന്നെ നമുക്ക് ഈ ഹൈക്ക് ചെയ്ത് പോയിട്ട് ഈ ഒരു 6 ഡെസ്റ്റിനേഷനും നമുക്ക് ഇവിടെ കാണാനുള്ള ഒരു സൗകര്യമുണ്ട്. അതുകൊണ്ടാണ് ഡാവ്ഡെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ഥലത്തേക്ക് വന്നത്. നമ്മൾ ഈ ഒരു 3 സ്ഥലം കവർ ചെയ്യാനാണ് ഇന്ന് പ്ലാൻ. കാരണം മുഴുവൻ കവർ ചെയ്യാനുള്ള ഒരു ടൈമില്ല നമുക്ക്. അപ്പോൾ ഈ സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷൻ്റെ അവിടെ നിന്ന് നമ്മൾ വീണ്ടും നടക്കണേ. ഏകദേശം ഇനി 1 മൈലോളം നടക്കാനുണ്ട്. അവിടെയാണ് ഈ റെയ്നോൾഡ്സ് കേവ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു അട്രാക്ഷൻ കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോവാം. എന്തായാലും മുഴുവൻ കാണാനുള്ള സമയം ഉണ്ടാവില്ല, കാരണം വൺ സൈഡ് 3 മൈലാണ്. നടന്നുകൊണ്ടിരിക്കുകയാണ് റെയ്നോൾഡ്സ് കേവിൻ്റെ അവിടേക്ക്. ഏകദേശം ഇപ്പോൾ ഹാഫ് ആയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള റോഡാണ്. ക്ലൈമറ്റും നല്ല നേരം കൊണ്ട് തന്നെ നടക്കാൻ അടിപൊളിയാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ ഹൈക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളായിട്ട് വരിക. ചെറിയൊരു ബാഗ്, വെള്ളം, ടവല്, എല്ലാ സംഭവങ്ങളായിട്ട് വരിക. എല്ലായിടത്തും ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പോണ വഴിയിൽ പിക്നിക്കും ഫുഡ് കഴിക്കാനും ഒക്കെ ആയിട്ട്. പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഗ്രില്ല് ചെയ്യാനൊന്നും പാടില്ല, ഫയർ പാടില്ല എന്നൊക്കെ. പക്ഷേ നമുക്ക് ഫുഡൊക്കെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് കഴിക്കാം. ഇനി ഇവിടെ കല്ലിട്ട റോഡ് കഴിഞ്ഞു. നേരെ ഇനി കയറുമ്പോൾ ഇതേപോലത്തെ സ്റ്റെപ്സ് ഉണ്ട് ഇനി കുറേ ദൂരത്തേക്ക്. ഇത് അത്യാവശ്യം കയറാനുണ്ട്. പിന്നെ സൂക്ഷിച്ച് നടക്കണം, ഇവിടെ കൈവരിയൊന്നും ഇല്ലാണ്ടില്ലേ. അപ്പോൾ നോക്കി പതുക്കെ നടക്കുക. നമ്മൾ അവിടെ നിന്ന് കയറി വന്നു. നല്ലോണം കയറാനുണ്ടായിരുന്നു. ഇത് ഒരു കിടിലൻ സ്ഥലം. നമ്മളൊരു പകുതി ദൂരം എത്തിയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ ഇവിടെ ഒരു മിഡ് വേ ആരും കൊണ്ട് തന്നെ ഇവിടെ നിന്ന് റെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളും ഇവിടെ കുറച്ച് നേരം നിന്നിട്ട് പോവാം. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും നടക്കണം. ഇനിയുണ്ട് ഒരു 1/2 മൈലോളം നടക്കാനുണ്ട്. അതായത് 3/4 കിലോമീറ്റർ പൊയ്ക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കാഴ്ച ഉണ്ട്. ഇപ്പോൾ നോക്കിയാണ് മരത്തും അത് കണ്ടില്ലേ, പൈസ ഇങ്ങനെ അടിച്ച് കയറ്റി വെച്ചേക്കുക ആൾക്കാർ കല്ലുകൊണ്ടൊക്കെ. ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട്. എന്തിനാണാവോ ഒരു ഐഡിയ ഇല്ല. നമ്മൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുക. ടോട്ടൽ ഇവിടേക്ക് വൺ സൈഡ് നമുക്ക് ട്രെയിൻ നോക്കുകയാണെങ്കിൽ 3 മൈലാണ് നടക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പിംഗ് സ്റ്റോണിൻ്റെ അവിടേക്ക് വന്നിട്ട് പിന്നെ ഈ ഒരു റെയ്നോൾഡ്സ് കേവിൻ്റെ അവിടേക്ക് വരാൻ വേണ്ടിയിട്ട് ഏകദേശം 2 മൈലിനടുത്ത് നടക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നടക്കാം. സ്റ്റെപ്പിംഗ് സ്റ്റോണിൻ്റെ അവിടെ വരെ മാത്രം ആൾക്കാർ സാധാരണ വരാറുള്ളൂ. അപ്പോൾ സ്റ്റെപ്പിംഗ് സ്റ്റോൺ കഴിഞ്ഞിട്ട് തിരിച്ച് പോക്കണ പതിവ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് റെയ്നോൾഡ്സ് കേവിൻ്റെ അവിടെയെങ്കിലും വരെ പോയിട്ട് വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കണത്. അപ്പം 2 മൈലോളം, അതായത് ഒരു 3 കിലോമീറ്ററോളം നമുക്ക് വൺ സൈഡ് നടക്കാനുണ്ട്. പിന്നെ നടക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് വലിയ ചൂട് തോന്നിക്കണില്ല, പിന്നെ നല്ല ഭംഗിയുള്ള ഒരു ട്രെയിലാണ്. അത് കാരണം കൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കാനൊക്കെ നല്ല ഭംഗിയാണ്.
പകുതി എത്തിയപ്പോൾ വഴി ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇനിയുണ്ട് നമുക്ക് ഏകദേശം 0.8 മൈൽ നടക്കാനായിട്ട്. ഇതിനെ ഞാൻ പറഞ്ഞത് ദൂരം ഉണ്ടെങ്കിലും നമുക്ക് നടക്കണോണ്ട് യാതൊരു ക്ഷീണവും മനസ്സിലാവണില്ല. ഇതേപോലത്തെ ഒരു സ്ഥലമായിരുന്നു കൊണ്ട് തന്നെ ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ. എന്തായാലും വന്നത് നന്നായി. നമ്മളിപ്പം 1 മൈലും കൂടി ഉണ്ടെന്ന് വെച്ചിട്ട് തിരിച്ചു പോയിരുന്നെങ്കിൽ ഈ ഒരു ലുക്കും ഈ ഒരു സംഭവം കിട്ടില്ലായിരുന്നു എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ പേക്ക് ഡിസ്ട്രിക്റ്റിൽ വരുന്ന ആൾക്കാർ ഇവിടെ മറ്റേ സ്റ്റെപ്പിംഗ് സ്റ്റോണിലേക്ക് വരുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു റെയ്നോൾഡ്സ് കേവിൻ്റെ അവിടേക്കെങ്കിലും വരാൻ ശ്രമിക്കുക. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇവിടെ എത്തിയപ്പോൾ എന്താണോ ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഈ മരങ്ങളുടെയും ഇതേപോലെ ഈ ഒരു സ്ട്രീമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. പിന്നെ സമയം ഏകദേശം ഒരു 4 മണി കഴിഞ്ഞിട്ടുണ്ട് വൈകുന്നേരമായപ്പോൾ. ഞാൻ നോക്കിയപ്പോഴേ നടന്നു വന്നപ്പം ഇവിടെ ഒരു ചെറിയൊരു ഗുഹയുണ്ട്. അതിൻ്റെ ഉള്ള ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയ ഒരിടത്ത് സ്ട്രീം ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത വ്യൂ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സ്ഥലം. പല ടൈപ്പ് വഴികളാണ്. ഇനിയിപ്പോൾ ആ കല്ലിട്ട റോഡ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ ഇനി വഴി. ഇത് നല്ല മിനുസുള്ള ഇതിന് ആൾക്കാർ നടന്നിട്ടേ ചെറുതായിട്ട് സ്ലിപ്പറിയാണ്. ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കണില്ലേ, ഇതൊരു ലയൺസ് ഫേസ് എന്ന് പറഞ്ഞിട്ട് ഒരു റോക്ക് ഫോർമേഷനാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു റെയ്നോൾഡ്സ് കേവിൻ്റെ അവിടേക്ക് പോണ വഴിയിലാണ് കേട്ടോ ഈ ഉള്ളത്. അപ്പം ഇതും ഒരു ഡെസ്റ്റിനേഷനാണ്. ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് നാഷണൽ ട്രസ്റ്റിൻ്റെ കീഴിലാക്കിയത് എന്താണെന്ന് നോക്കാം. എനിക്ക് തോന്നുന്നു 1913 തൊട്ട് എന്തോ ഹിസ്റ്ററിയൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപാടുണ്ട് അങ്ങനെ നോക്കാൻ. അപ്പോൾ വായിച്ചേക്കാൻ സമയമില്ല. നമ്മൾ നേരെ വിടണം. സമയം വൈകി. നമ്മൾ വിചാരിച്ചേക്കാളും സമയം എടുക്കുന്നുണ്ട് പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഏരിയ ഒക്കെ അടിപൊളിയാണ്. നടത്തം തുടരണം. ഇനിയുണ്ട് 0.3 മൈൽസ്. ഇപ്പുറത്ത് വേറൊരു സ്റ്റോൺ ഫോർമേഷൻ ഉണ്ട്. ഈ ഒരു റിവർ ഡോവിൻ്റെ തീരത്ത് ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഭംഗി. ഇനിയിപ്പോൾ ചെറിയൊരു വുഡൻ ബ്രിഡ്ജ് കാണുന്നുണ്ട്. നമുക്ക് ഈ ഒരു റിവർ ഡോവ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റിവർ നമ്മൾ ക്രോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി ഏകദേശം കുറച്ചും കൂടെ നടക്കാനുണ്ട്. നമ്മൾ ഏകദേശം എത്തി. അപ്പോൾ ഈ കാണുന്നതാണ് ഇലാം റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോർമേഷൻ. അപ്പോൾ ഇവിടേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയാണ് ഈ ബ്രിഡ്ജ് ഇവിടെ കാണുന്നത്. ഇലാം റോക്ക് ബ്രിഡ്ജ് എന്നാണ് ഇതിനെ പറയുക. അപ്പോൾ നമ്മളതിൽ ക്രോസ് ചെയ്തൊക്കെ അപ്പുറത്തേക്ക് കടന്നു. ഇനിയിപ്പോൾ തിരിച്ചു പോകണം റെയ്നോൾഡ്സ് കേവിൻ്റെ അവിടേക്ക്. നമുക്ക് കുറച്ച് വഴി തെറ്റി റെയ്നോൾഡ്സ് കേവിൻ്റെ അവിടേക്കുള്ളത്. ഇലാം റോക്ക് ബ്രിഡ്ജാണ് ഈ കാണുന്നത്. ഈ ഡോവ് റിവറിന് കുറുകെയുള്ളത്. ആ സ്റ്റോൺ ഫോർമേഷനും ഈ ചെറിയൊരു റിവറും പിന്നെ ഈ ഒരു വുഡൻ ബ്രിഡ്ജും എന്തൊരു ഭംഗിയാണ് നോക്കിയാൽ ഈ ഒരു ഏരിയയിൽ. നമ്മൾ നടന്ന് ഏകദേശം ആ റെയ്നോൾഡ്സ് കേവിൻ്റെ അവിടേക്ക് എത്തി. ഇത് നല്ലോണം കയറാനുണ്ട്, കുത്തനെ കയറണം. അങ്ങനെ അവസാനം നടന്ന് റെയ്നോൾഡ്സ് കേവിൻ്റെ അവിടെ എത്തി. ഇതാണ് റെയ്നോൾഡ്സ് കേവ്. ഇതും കുത്തനെ കയറാനുണ്ട്, കുറേ കയറാനുണ്ട്. പക്ഷേ അടിപൊളി ഏരിയ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. കുത്തനുള്ള കയറ്റാണ്. പക്ഷേ കയറി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വ്യൂ എന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നമുക്ക് ഈ കേവിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് ഇങ്ങനെ നോക്കാനായിട്ട്. ഇതിന് റെയ്നാർഡ്സ് കിച്ചൺ എന്ന് മറ്റൊരു പേര് കൂടി ഉണ്ട്. 1959 ഇവിടെ എക്സ്കാവേഷൻസ് ഒക്കെ നടത്തി ചെക്ക് ചെയ്തപ്പോൾ റോമൻസും പിന്നെ മെഡീവൽ പീരീഡിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഷെൽട്ടറായിട്ട് ഉപയോഗിച്ചിരുന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഡൗഡെയിലെ ഒരു ഹൈക്കാണ് നമ്മളിതിൽ കണ്ടത്. ഏകദേശം 6 മൈലാണ് പോയി വരാനായിട്ട് എടുക്കുക. പക്ഷേ ബ്യൂട്ടിഫുൾ ഹൈക്കാണ്. അപ്പോൾ എല്ലാം പ്ലാൻ ചെയ്തിട്ട് വരാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുവരെ എല്ലാവർക്കും